നമ്മളിപ്പോൾ എത്താൻ പോകുന്നതാണ് ആവടി ഷൂട്ട് ചെയ്ത കോമംഗലം റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഇനി പഴനി വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂരാണ്. ഞാനിവിടുന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഷൊർണൂരിന് ആദ്യം കോയമ്പത്തൂർ പോകും, അവിടുന്ന് നേരെ മധുരൈ വരും, എന്നിട്ട് അവിടുന്ന് ട്രിവാൻഡ്രം, എന്നിട്ട് അവിടുന്ന് നേരെ ഷൊർണൂരിലോട്ട് തന്നെ വരും. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് കോഴിക്കോട് നിന്ന് വന്നേ ഉള്ളൂ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചറായിട്ട്. ഇനി ഇത് നേരെ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറായിട്ട് നേരെ കോയമ്പത്തൂരിലോട്ട് പോകും. അത് ഈ റോഡ് ഷെഡിൻ്റെ ഒരു WP1 ആണ്, 220-23 ഈ ലോക്കോയുടെ നമ്പർ. നമുക്ക് ഏതായാലും ഈ ഫ്രണ്ടിൽ എവിടെയെങ്കിലും തന്നെ കയറാം. ഞാൻ എഞ്ചിൻ്റെ ബാക്കത്തെ കോച്ചിൽ തന്നെയാണ് കയറുന്നത്, SLRDയിൽ. നിങ്ങളിവിടെ കയറുമ്പോൾ ഇത് ലേഡീസ് കോച്ചാണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ പക്ക ഓൺ ടൈമിൽ തന്നെ ഷോപ്പിൻ്റെ അടുത്തേക്കാണ്. ആ ലൈനാണ് നമ്മൾ തൃശ്ശൂർ എറണാകുളം തരുന്ന വരുന്നത്. അത് ജസ്റ്റ് ഇവിടെ കൂടിച്ചേരും. നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ മാനന്നൂർ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് 1 മിനിറ്റാണ് ഹാൾട്ട് ഉണ്ടാവുള്ളൂ. എല്ലായിടത്തും നിർത്തും, പാസഞ്ചർ ട്രെയിനല്ലേ. ഒറ്റപ്പാലത്ത് നല്ല ആൾക്കാരുണ്ട് കയറാൻ. മറ്റേ പാലക്കാട് എറണാകുളം മെമു വരുന്നുണ്ട്, അതിൽ കയറാനുള്ള ആൾക്കാർ. മുന്നേ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് എനിക്ക് കരുതിയിരുന്നത്. ഷൊർണൂരിലും കോയമ്പത്തൂർ ചെന്നിട്ട് മധുരൈ വരെയുള്ളത് ഒരു വീഡിയോയും, മധുരയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം വന്നിട്ട് പിന്നെ ഷൊർണൂർ വരുന്നത് ഒരു വീഡിയോയുമായിട്ട് ചെയ്യാനായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് രണ്ടാമത്തെ പാർട്ട്, അതായത് മധുരയിൽ നിന്ന് ട്രിവാൻഡ്രം വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഷൊർണൂർ പോകുന്നത് എടുക്കാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉറക്കം ഒഴിച്ചിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നേത്രാവതി എക്സ്പ്രസ്സിൽ കയറി ഉടനെ തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് ആലുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എണീക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ കോച്ച് 2012 ഉണ്ടാക്കിയാണ്. പാർലി എത്തി. 1 മിനിറ്റാണ് അവിടെ സ്റ്റോപ്പ്. പക്ക ഓൺ ടൈമിന് നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. 9:15. India's most powerful locomotive ആണ് അത്, WAG-12.
12,000 ഹോഴ്സ് പവറാണ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ലിവറി ഉള്ള ഒരു WB4 കാണണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു WB4 ആയിരുന്നു. വിജയവാഡ ഷെഡിൻ്റെ ഒരു ക്രീം ബ്ലൂ കളറൊക്കെ ആയിരുന്നു അതിൻ്റെ ലോഗോൻ്റെ കളർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു വെറൈറ്റി ലിവറി അല്ലേ? ഷൊർണൂരിൽ കോയമ്പത്തൂർ വരുന്നില്ല. അധികം ഞാൻ ക്ലിപ്സ് എടുത്തിട്ടില്ല. മറ്റേ കോയമ്പത്തൂർ മധുര റൂട്ട് ഫുൾ നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വാളയാറെത്തി, കേരളത്തിലെ അവസാനത്തെ സ്റ്റോപ്പ്. നമ്മളിപ്പോൾ കോതന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഹോം സിഗ്നലിൽ വന്ന് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, വെൽക്കം ടു സേലം ഡിവിഷൻ. ഈ ബോർഡിൻ്റെ അപ്പുറം ഫുള്ള് സേലം ഡിവിഷനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഡിവിഷൻ. ഇത് ധാൻബാദ് കോതന്നൂർ അമൃത് ഭാരതാണ്. ഇത് കുറച്ചായിട്ടുള്ളൂ ഈ സർവീസ് ആരംഭിച്ചിട്ട്. അങ്ങനെ നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കോയമ്പത്തൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. गाड़ी संख्या 0 ജസ്റ്റ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റീം ലോക്ക് ഇവിടെ വെച്ചേക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ്. കാരണം
ഇഷ്ടംപോലെ ട്രെയിൻ വരാനും പോകാനും ഒക്കെ ഉണ്ട് ഇവിടെ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് വരുന്നത്. ജസ്റ്റ് നമുക്കിവിടെ ഇന്ത്യ ഫ്ലാഗൊക്കെ കാണാം. നമുക്ക് ഏതായാലും അകത്തോട്ട് തന്നെ പോകാം. ഇപ്പോൾ സമയം 11:30 കേട്ടോ. കോയമ്പത്തൂർ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ്. ഇപ്പോൾ സമയം 12:10. നമ്മുടെ ട്രെയിനുള്ളത് 2:30-ക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട്. നമ്മുടെ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് പോലും വന്നിട്ടില്ല. വന്നിട്ടാണ് ആ വണ്ടിയാണ് നേരെ കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി ആയിട്ട് പോകുന്നത്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് ട്രെയിൻ. ലോക്കോ വന്നിട്ടില്ല. ജസ്റ്റ് നമുക്ക് ലോക്കോ ഏതായാലും കപ്പിൾ ചെയ്തിട്ട് നമുക്ക് കൊച്ചിയിലോട്ട് കയറാം. നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ലോക്കോ വന്നിട്ടുണ്ട്. ഇതാണ് ലോക്കോ. അരക്കോണം ഷെഡിൻ്റെ ഒരു WP4 ആണ്. ജസ്റ്റ് ഇപ്പോൾ കപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ SLRD കോച്ചിൽ കയറാനൊക്കെ ഇല്ലാണ്, പക്ഷേ ഇത് ലേഡീസ് ഓൺലിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് നടക്കാം. നമുക്ക് ഈ ഏറ്റവും ബാക്കിലോട്ട് പോവാം. അവിടെ ചിലപ്പോൾ സീറ്റൊക്കെ ഉണ്ടാവുകയാണ്. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഞാൻ ഇന്ത്യൻ പതാകയുടെ ലിവറി അടിച്ചൊരു ലോക്കോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ ലോക്കോ കണ്ടോ? WP4 ആണ്. നമ്മുടെ 77ാമത്തെ റിപ്പബ്ലിക് ഡേക്ക് ഈറോഡ് ഡീസൽ ഷെഡുകാർ ഇറക്കിയ ഒരു ലിവറിയാണിത്. ട്രൈ കളർ ലിവറി. എങ്ങനെയുണ്ട്? കൊള്ളാലേ? ആ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. ബാക്കത്തെ കോച്ചിലൊന്നും ആരുമില്ല. നമുക്ക് ജസ്റ്റ് ഏതായാലും ബാക്കിൽ തന്നെ കയറാം. ഈ വണ്ടി പോകുന്ന റൂട്ട് ഞാൻ പറയാം. പോത്തന്നൂർ, പൊള്ളാച്ചി, പഴനി, ദിണ്ടിക്കൽ, മധുരൈ, ഇങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. പക്ക ഓൺ ടൈമിന് തന്നെ നമ്മൾ വണ്ടി എടുത്തു. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഷോപ്പായ പോതന്നൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ലൈൻ തിരിഞ്ഞ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് എടുത്താട്ടോ പോകുന്നത്. പിന്നെ ഇവിടെ നിന്നാണ്ട് സിംഗിൾ ലൈനാണ് ഡിണ്ടിക്കൽ വരെ. ഇതെന്ന് നമ്മൾ രാവിലെ കണ്ട മറ്റേ അമൃത് ഭാരതി, ധാൻബാദ്, പോതന്നൂർ. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് പോയിട്ട് ഈ ലൈനിൻ്റെ മുകളിൽ കൂടെ പോകും. നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പാരലായിട്ട് ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ ടുവാർഡ്സ് പാലക്കാട് പോകുന്നത്. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പോകും. നമ്മൾ ജസ്റ്റ് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ ട്രാക്ക് അടിയിലായില്ലേ നമ്മൾ മേലെ. ഈ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോകും. ഇതാണ് മറ്റേ ട്രാക്ക്. ഇതിവിടെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും പാറ കേട്ടോ. ഇവിടെ പാറ, അപ്പുറത്തെ സൈഡും പാറയാണ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കുറച്ച് നേരമായി ഇപ്പോൾ പോലെടുത്തിട്ട്. ഇവിടെ ഫുള്ള് തെങ്ങാട്ടോ. ഫുള്ള് തെങ്ങാണ്. അപ്പോൾ നമ്മളങ്ങനെ കിണറ്റുക്കടവ് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണോ പറയാമെന്നറിയില്ല. ജസ്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
റെയിൽവേ സ്റ്റേഷനാണ് പൊള്ളാച്ചി. പൊള്ളാച്ചി ജംഗ്ഷനാണ്. ജംഗ്ഷൻ വരാനുള്ള കാരണം പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടിലോട്ട് ഒരു ലൈനുണ്ട്, നമ്മുടെ മുതലമട പാലക്കാട് ടൗണ് അതുവഴി. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ലൈന് പോത്തന്നൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്ന ലൈന്, ഇനി നമ്മൾ പോകുന്ന ലൈന് നമ്മുടെ ദിണ്ടിഗലിലോട്ടുള്ള ലൈന്, അങ്ങനെ മൂന്നും കൂടിയ ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. അപ്പോൾ അത് പൊള്ളാച്ചി ജംഗ്ഷനാണ്. കാണുന്ന റോഡ് NH 83 ജസ്റ്റ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതോ. നമ്മളെ റൂട്ടിലോട് പോകുമ്പോൾ ഇഷ്ടംപോലെ തെങ്ങ് കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. നമ്മളങ്ങനെ പൊള്ളാച്ചി ഔട്ടറിൽ കൊന്ന് ചവിട്ടി, എന്താണെന്നറിയില്ല. അവിടെ നിന്ന് വരുന്ന ലൈനാണ് പാലക്കാട് നിന്ന് വരുന്ന ലൈന്. നമ്മളിപ്പോൾ പൊള്ളാച്ചി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 3:30 ആയപ്പോഴാണ് പൊള്ളാച്ചി എത്തണേ. ഏകദേശം 1 മണിക്കൂർ എടുത്തു കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിക്ക്. 5 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതാണ്ടോ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനാണ് കോമംഗലം. കോമംഗലം നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും. കാരണം ആട് സിനിമയിൽ സാത്താം സേവലിൻ്റെ പിള്ളേരല്ലേ കഞ്ചാവ് സോമനൊക്കെ ഒരു കമ്മട്ടം വാങ്ങാൻ വേണ്ടി ഒരു സ്റ്റേഷനിൽ വരുന്നില്ലേ, അതുപോലെ തന്നെ ഷാജി പേപ്പറും പിള്ളേരും ഒറ്റമൂലി വാങ്ങാനും വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോമംഗലം. അപ്പോൾ ആ കോമംഗലമാണ് നമ്മൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ വിൻഡ് മിൽസൊക്കെ ഉണ്ട്. നല്ല കാറ്റുള്ള സ്ഥലമാണ്. അത് വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കോമംഗലം. ഇവിടുന്നാണ് ഷാജിപ്പാപ്പിനും എല്ലാവരും ഒരു സെൽഫി എടുത്തിരുന്നത്. അത് ഇവിടുന്നാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല വ്യൂ ആണ്. നിരന്നിങ്ങനെ കിടക്കുകയാണ്. ഒരു പ്ലെയിനായ സ്ഥലം. ഇവിടെ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. മൺസൂണിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി കാണാം. ഇപ്പം തന്നെ ഒരു രക്ഷയല്ല. അടുത്ത സ്റ്റോപ്പാണ് വരുന്നത് ഉടുമൽപേട്ട റെയിൽവേ സ്റ്റേഷൻ. വണ്ടിയിലാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും സ്റ്റാൻഡിങ് ഒന്നുമല്ല, ജസ്റ്റ് സിറ്റിങ് മാത്രമാണ്. നമ്മളങ്ങനെ ഉടുമൽപേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടുമൽപേട്ട ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുഷ്പ ടൂർ അറിയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണേ. അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഇനി പഴനി വരുന്നത്.
പഴനിയിൽ നമ്മൾ 4:42 ആകുമ്പോൾ എത്തേണ്ടതാണ്. ഇപ്പോൾ 4:37 ആകുമ്പോൾ തന്നെ എത്തി. ഈ 4:45 എടുക്കുള്ളൂ. ബിഫോർ ടൈം അടിച്ച് വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ പഴനിയിൽ ജസ്റ്റ് ഡിപ്പാർട്ടായി. വണ്ടി ലേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ക ഓൺ ടൈമിൽ തന്നെയാണ് ഓടുന്നത്. ബിഫോർ ടൈം അടിച്ചാണ് ഇവിടെ വന്നത്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അമൃത എക്സ്പ്രസ്സിനായിട്ടുള്ള ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ഏത് റെയിൽവേ സ്റ്റേഷൻ എന്താണെന്ന് നോക്കണം. ഈ വെള്ളത്തിൻ്റെ നല്ല താണ്ടി. കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായ മാത്രമാണ് കിട്ടിയത്, വേറെ ഒന്നും കിട്ടിയില്ല. കോയമ്പത്തൂർന്ന് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു വെള്ളം, അത് കഴിഞ്ഞും ചെയ്തു. ഇപ്പോൾ നല്ല താണ്ടിരിക്കും. ഇനിയിപ്പോൾ ഡിണ്ടിക്കൽ എത്തിയിട്ട് എന്തായാലും കിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട്. അമൃത എക്സ്പ്രസ് ഇപ്പോഴും ഡിണ്ടിക്കലിലാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഡിണ്ടിക്കൽ എത്തിയിട്ട് മറ്റേ അമൃത ഇങ്ങോട്ട് വരുന്നുണ്ടാവുള്ളൂ. അമൃത എക്സ്പ്രസ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളങ്ങനെ അക്കരൈപ്പാട്ടി പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിണ്ടിഗൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയത്. നമ്മൾ ലൂപ്പ് ട്രാക്കിലാട്ടോ കയറ്റിയത്. അതാണ് മെയിൻ ട്രാക്ക്. അപ്പോൾ അവിടെ കയറ്റിയാലും മതിയായിരുന്നു. എന്തിനാണ് ലൂപ്പിൽ കയറ്റിയത്. അമൃത എക്സ്പ്രസ്സാണ് ഡിണ്ടിഗലിൽ നിന്ന് എടുത്തിട്ടുമില്ല. ഡിണ്ടിഗൽ ജംഗ്ഷൻ വരാൻ കാരണം ട്രിച്ചിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. അതുപോലെ സേലം കരൂർ ആ സൈഡിൽ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ലൈന് മധുരയിൽ നിന്ന് വരുന്ന ലൈനും. അപ്പോൾ ഈ 4 ലൈനും കൂടി ചേർന്ന സ്ഥലമാണ് ഈ ഡിണ്ടിഗൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ക്രോസിംഗ് ഉണ്ട്. രാമേശ്വരത്തിൽ നിന്ന് ട്രിവാൻഡ്രം മോളെ അമൃത എക്സ്പ്രസ് ഇപ്പോൾ വരും. ജസ്റ്റ് കാറ്റൊക്കെ അടിച്ച് മുടിയൊക്കെ ആകെ കൊളായിരിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കണ്ട നിങ്ങൾ. അവിടെ ഗ്രീൻ സിഗ്നൽ വീണു. ജസ്റ്റ് അവിടെ നിന്ന് അമൃത വരുന്നുണ്ട്. നല്ല സ്പീഡിലോട്ടോ അമൃത പോയത്. ഭയങ്കര സ്പീഡായിരുന്നു. നമ്മളങ്ങനെ ഡിണ്ടിഗൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഡിണ്ടിഗൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഏതാ നോക്കണം. അപ്പുറത്ത് ഏതോ ഒരു വണ്ടിമാടെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ തോന്നുന്നു ട്രിവാൻഡ്രം ട്രിച്ച് ആണ് തോന്നണം. അത് തന്നെ കേട്ടോ, ട്രിവാൻഡ്രം ട്രിച്ചി ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് അത്. നമ്മൾ
പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വണ്ടി ഇവിടെ ബിഫോർ ടൈം അടിച്ചാണ് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ 2 സമൂസയും ഒരു വള്ളക്കുപ്പിയും വാങ്ങി. നമ്മുടെ ട്രെയിൻ ഏതായാലും ബിഫോർ ടൈം അടിച്ചാണ് എത്തിയത്. അപ്പോൾ ഇനി 6 മണിക്ക് ഏതായാലും വണ്ടി എടുക്കുള്ളൂ. ഞാനിവിടുന്ന് സമൂസ വാങ്ങിയില്ലല്ലേ, നല്ല കിട്ടിലും സമൂസ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്ക്. എനിക്ക് കിട്ടിയ സമൂസ ഏതായാലും അടിപൊളി സമൂസയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഡിണ്ടികളിൽ നിന്ന് വണ്ടി എടുത്തു നമ്മൾ മധുരയെ ലക്ഷ്യമാക്കി പോവുകയാണ്. അടുത്ത സ്റ്റോപ്പായിരുന്നു അമ്പാട്ടുരൈ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ജസ്റ്റ് വണ്ടി ഇപ്പോൾ ഡിപ്പാർട്ട് ചെയ്തു. സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും നിർത്തിയാ പോണേ. നല്ല കിട്ടില്ല സൺസെറ്റ് ആണ്. നമ്മളങ്ങനെ കൊടൈക്കനാൽ റോഡ് അറിയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കൊടൈക്കനാലല്ല, കൊടൈക്കനാൽ റോഡാണ്. ഇവിടുന്ന് കൊടൈക്കനാലിലോട്ട് ഏകദേശം 2 മണിക്കൂറിന് മേലെ ഉണ്ട് ട്രാവൽ ചെയ്യാണ്ട്. നമ്മളിപ്പോൾ നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മധുരൈ റെയിൽവേ സ്റ്റേഷനാണ്. മധുര എത്തുന്നതിന് മുന്നത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കുടൽ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് അപ്പോൾ നമ്മുടെ വൈഗൈ റിവർ. വൈഗൈ റിവർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ മധുരൈ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ മധുരൈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രം പോകണം. അപ്പോൾ ഞാൻ ഏതായാലും മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഏതായാലും നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ പോയിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഫസ്റ്റ് ടൈമാണ് മധുരൈ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഏതായാലും ഇവിടെ FOB ഉണ്ട്. അപ്പോൾ FOBയിൽ കയറി ഞാൻ പുറത്തിറങ്ങി. സ്റ്റേഷൻ്റെ ഇവിടെ കാര്യങ്ങൾ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ എത്രയാണ് ഞാൻ നോക്കിയില്ല. അപ്പോൾ നമ്മൾ വന്നത് പ്ലാറ്റ്ഫോം നമ്പർ 6 ഒരു ലോഡ് ആൾക്കാർ ഏതായാലും വണ്ടിയിലുണ്ടായിരുന്നു. ഒക്കെ മധുര ഇറങ്ങാനുള്ള ആൾക്കാരായില്ല. അങ്ങനെ നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ഫോർ മോർ.